ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ആശുപത്രിയിൽ ജീവനക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് ഓക്സിജൻ സിലിണ്ടർ ചുമന്ന പിതാവ് നവജാത ശിശുവിനെ ഐസിയുലേക്ക് മാറ്റുന്ന സമയത്ത് ജീവനക്കാർ എത്തിയിരുന്നില്ല. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. മനേഷ് മൂർത്തിയുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, എന്താണ് സംഭവിച്ചത്? ഉന്മേഷ, വിശാഖപട്ടണത്തുള്ള കസ്തൂർബ ഗാന്ധി സർക്കാർ ആശുപത്രിയിലാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. ഈസ്റ്റ് ഗോദാവരി ജില്ലയിലുള്ള സ്വദേശിയായിട്ടുള്ള സിരിഷ എന്ന് പറയുന്ന യുവതിയെയാണ് അവിടെ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് അഡ്മിറ്റ് ചെയ്തത്. ഇന്ന് അവർ രാവിലെ പൂർണ്ണ വളർച്ചയെത്താത്ത കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിരുന്നു. വളരെ വേഗത്തിൽ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ കുട്ടിയെ ഐസിയുലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകുന്നു. ഈ ഐസിയുലേക്ക് കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെ ഓക്സിജൻ എടുക്കുന്നതിന് വേണ്ടി അറ്റൻഡർമാരില്ല എന്നുള്ള കാര്യം നഴ്സുമാർ അറിയിക്കുന്നത്. തുടർന്നാണ് ഈ കുട്ടിയുടെ പിതാവായിട്ടുള്ള വിഷ്ണുമൂർത്തി ഈ ഓക്സിജൻ സിലിണ്ടർ എടുത്തുകൊണ്ട് ഈ നഴ്സിന് പിന്നാലെ, നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയും. ആ നഴ്സ് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഐസിയുലേക്ക് പോവുകയാണ്. അതിന് തൊട്ടു പുറകെയാണ് ഇയാൾ ഈ പറഞ്ഞ രീതിയിൽ ഓക്സിജൻ സിലിണ്ടർ ചുമന്നുകൊണ്ട് ഈ നഴ്സിന് പിന്നാലെ പോകുന്നത്. അത് ഐസിയുലേക്കുള്ള ഓക്സിജൻ സിലിണ്ടർ ആണ്. അങ്ങനെ പോകുന്നത്. എന്തായാലും ആന്ധ്രാപ്രദേശ് ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് അവിടെ അറ്റൻഡർമാർ ഇല്ലാതിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഉന്മേഷ്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.